ഹലോ, ഞാൻ ഡോക്ടർ സുമാ ബാലൻ, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റ് അഥവാ കുട്ടികളുടെ വാതരോഗങ്ങൾ നോക്കുന്ന ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാർച്ച് 18 ഒരു വളരെ പ്രത്യേക ദിവസമാണ്. ഈ ദിവസമാണ് നമ്മൾ ലോകം മുഴുവനും കുട്ടികളുടെ വാതരോഗങ്ങളെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കുന്ന ദിവസം. വേൾഡ് യങ് റുമാറ്റിക് ഡിസീസസ് ഡേ. കുറേ പേർക്ക് കുട്ടികൾക്ക് വാതരോഗങ്ങളും ഉണ്ടാവുന്ന കാര്യം അറിയില്ല. കുട്ടികൾക്കും വാതരോഗങ്ങൾ വരാം, കുറേ തരത്തിലെ വാതരോഗങ്ങൾ വരാം. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ജുവനൈൽ ഇഡിയോപ്പത്തിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. പിന്നെ ജുവനൈൽ SLE, ജുവനൈൽ ഡെർമറ്റോമയോസൈറ്റിസ്, അങ്ങനെ കുറേ തരത്തിൽ അസുഖങ്ങൾ പിള്ളേർക്ക് വരുന്നത് ഉണ്ട്. വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ നമുക്ക് വാതരോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങാം. ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾക്ക് തന്നെ എപ്പോഴും വരുന്ന പനിയായിരിക്കാം. അതിൻ്റെ കൂടെ സ്കിന്നിൽ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവാം. വേറെ ഓരോ അവയവങ്ങളിലും ലക്ഷണങ്ങൾ വരാം. കുറച്ചുകൂടെ ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് സന്ധികളിൽ നീര് വരുന്നതും അവർക്ക് പക്ഷേ സന്ധിയിൽ വേദന ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ കാണാൻ പറ്റിയ കാഴ്ചകൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവർക്ക് ആ സന്ധികളിൽ നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവും. അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ചെറിയ പിള്ളേർക്ക് നമ്മളോട് പറയാൻ പറ്റില്ല അവർക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടെന്ന്. ഇവർക്ക് ഈ ചെറിയ പിള്ളേർക്ക് സന്ധികളുടെ അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ കണ്ണിലും വാതരോഗങ്ങൾ വരാം. അതിൻ്റെ പേരാണ് ക്രോണിക് ആൻറ്റീരിയർ യൂവിയൈറ്റിസ്. ഇതിൻ്റെ ഭാഗമായിട്ട് കാഴ്ചയും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വാതരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട് ഡോക്ടറിനെ പോയി കാണിച്ച് അത് പരിശോധിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്താൽ കുട്ടികളുടെ ഭാവി വളരെ നന്നായിരിക്കും. താങ്ക് യു.